ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, ഒരു പാൽക്കപ്പയും ഇറച്ചിക്കറിയും. പാൽക്കപ്പ ബേസിക്കലി ചുമന്ന മീൻകറിയുടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറിയൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് വീടുകളിലൊക്കെ മിക്കവാറും എല്ലാവരും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഏറ്റവും സ്പീഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സ്വാദോടുകൂടി ഇച്ചിരി കൂടെ മെനക്കെട്ട് ഒരു കറി വെച്ചാലും നല്ല സ്വാദോടുകൂടി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പോകുന്ന പാൽക്കപ്പയും ഇറച്ചിക്കറി ആയതുകൊണ്ട് ഒരു ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് വേഗം ഞാൻ പറഞ്ഞു തരാം എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത്. പാൽക്കപ്പയ്ക്ക് ഏറ്റവും എളുപ്പമാണ് കേട്ടോ. എല്ലാവരും വിചാരിക്കും ഇച്ചിരി പാടാന്ന്, പക്ഷെ അല്ല, ഏറ്റവും എളുപ്പമാണ്. പാൽക്കപ്പയ്ക്ക് കുറച്ച് നല്ല വേകുന്ന കപ്പയാണെങ്കിൽ ഏറ്റവും നല്ലത്, അതായത് നല്ല മാവ് പോലെ ഇരിക്കുന്ന കപ്പയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടിയത് കുറച്ച് 1-ാം പാല്, തേങ്ങാപ്പാൽ, പിന്നെ കുറച്ച് 2-ാം പാല്. ഇത്രയും സാധനമാണ് വേണ്ടിയേ. പിന്നെ ഉള്ളത് പച്ചമുളകാണ് ഇഷ്ടമെങ്കിൽ അത്, പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് കാന്താരിയാണ്. ഇത് കുറച്ച് കാന്താരി ചതച്ചതാ. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് എരിവ് നോക്കി വെച്ച് വേണം അത് ചേർക്കാനായിട്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 ഉള്ളി. അത് ഇത്രയും കപ്പയ്ക്ക് കുറച്ചൊരു 3-4 ഉള്ളി മതിയാവും. ഇതും ചതച്ച് വെച്ചേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി ചെറിയ ഉള്ളി, വറ്റൽ മുളക്. ഇതെല്ലാം കടുക് വറുക്കാനാണ്. അപ്പം അതിൻ്റെ കൂടെ കടുക്, പിന്നെ വെളിച്ചെണ്ണ, ഇത്രയും സാധനമാണ് വേണ്ടിയത്. ഇനി നമ്മുടെ ഇറച്ചിക്ക് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ പട്ട, ഗ്രാമ്പു, ഏലക്ക എന്ന് പറയുന്ന സ്പൈസസ് ഇല്ല, അത് കുറച്ച് റോ ആയിട്ട് എടുക്കുന്നത്. ഇത് പട്ടയുടെ ഇലയാണ്. ഒരു ചെറുതാണെങ്കിൽ ഒരു ഇല വെച്ചാൽ മതിയേ, വലുതാണെങ്കിൽ പകുതി. പട്ട ഒരു കഷ്ണം. പിന്നെ വേണ്ടിയത് ഗ്രാമ്പു, തക്കോലം, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ജീരകം. ഇത്രയും സ്പൈസസാണ് നമുക്ക് വേണ്ടത്. കശകശ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടി ചേർത്തോ. പിന്നെ വേണ്ടിയത് കുറച്ച് സവാള, 1 കിലോയ്ക്കാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇഞ്ചി, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി. പിന്നെ പൊടികളായിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ പൊടിയും, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇത് കുറച്ച് ഞാൻ മേടിച്ച പൊടിയാണ്ടോ ഇത്ര ഫൈൻ പൗഡർ ആയിരിക്കുന്നത്. അതല്ല ഇച്ചിരി ചതച്ചെടുത്താലും മതിയേ. പിന്നെ ഗരം മസാല, ഇത് വേണമെങ്കിൽ ഓപ്ഷണലാണ്. ഇത് ലാസ്റ്റ് നമ്മൾ ഇറക്കാൻ നേരം കുറച്ച് പൊടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ വേണ്ടിയത് തക്കാളി, ഇതൊരു 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്, മീഡിയം സൈസ് 2 തക്കാളി. പിന്നെ എടുത്തേക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇത്രയും സാധനമാണ് വേണ്ടിയ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാൽക്കപ്പയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഈ കപ്പ എടുത്തേച്ച് അതിനെ മിക്സ് ചെയ്യാം. ആദ്യം അന്നേച്ച് തീ കത്തിക്കാം. ഈ കപ്പയ്ക്കകത്തോട്ട് 2-ാം പാല് കുറച്ച് ഒഴിക്കണം. തേങ്ങാപ്പാൽ കറക്റ്റായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ പൊടി മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ തേങ്ങയിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. അതല്ല ഇനിയിപ്പോൾ സമയം അങ്ങനെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പൊടിയാലും ചേർത്താൽ മതി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും പറയും തേങ്ങയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളി, ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 5-ഓ 6-ഓ ഉള്ളി ചതച്ചത്. പിന്നെ എരിവ് അനുസരിച്ച് കാന്താരി മുളകാണ് കുറച്ചുകൂടെ ടേസ്റ്റ് പച്ചമുളകിനെക്കാട്ടിലും. അപ്പം എന്നാന്ന് വെച്ചാൽ കാന്താരി മുളകാണെങ്കിൽ അതിടുക. അത് അത്ര എരിവ് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3-4 എണ്ണ ഇടുന്നുള്ളൂ. നമുക്ക് എരിവ് വേണം തോന്നിയാൽ നമുക്ക് ചേർക്കാം. പിന്നെ ഈ കപ്പ പുഴുങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ല അല്ലേ, സത്യം പറഞ്ഞാൽ ഇത് പുഴുങ്ങി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അതിനു വേണ്ടി ഇനി സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പോർഷൻ കാണിക്കാത്തത്. ഇത് പുഴുങ്ങി വെച്ചേക്കുമോ. അതിനകത്ത് പുഴുങ്ങിയപ്പോഴത്തേന് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടേച്ചാ പുഴുങ്ങിയത്. പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോണം. ഇനി ഇത് അടുപ്പൊന്ന് കത്തിച്ചേച്ച് ഇതൊന്ന് ഇളക്കാം. അതായത് നമ്മുടെ ആ തേങ്ങാപ്പാലും കപ്പയും എല്ലാം ഒന്ന് ചേരണ്ടേ ഇതിനകത്തോട്ട്. എന്താ പറയുക, കാന്താരിയുടെ എരിവ്, ഉള്ളി അതിനെ ചേർത്തു, അതെല്ലാം ഒന്ന് ചേർന്ന് കിട്ടണം. അതായത് അതൊന്ന് വേകണം. അപ്പം ഇത് കുറച്ചുകൂടെ ഒന്ന് ഉടഞ്ഞ് ഒന്ന് കുറുകി വരുന്ന പരുവാവേ.
ഓക്കെ, ഇത് വേവുന്ന സമയം, അതായത് വെന്തതാണ്, ഇതിനകത്ത് ഉള്ളിയും കാന്താരിയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങണം, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ചേച്ചേ നമുക്കൊന്ന് കടുക് വറക്കാം. വെളിച്ചെണ്ണ ആണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. വെളിച്ചെണ്ണ ഏറ്റവും നല്ല ടേസ്റ്റ് വരിക. അതല്ല ചിലരാണെങ്കിൽ നെയ്യ് ഒഴിക്കുന്നവരുണ്ട്. ഏതാണെങ്കിലും നമ്മുടെ ഇഷ്ടം ഏതാന്ന് തോന്നിയാൽ അത് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ നല്ലതായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ കപ്പയിലെ പാല് തിളച്ചു തുടങ്ങി. ഇനി അതൊരു ഇച്ചിരി ആ ഉള്ളി ഒന്ന് വേവണം, കാന്താരി ഒന്ന് വേവണം, അത്ര താമസമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പച്ച ചുവ വരും. അതിൻ്റെ ഉപ്പൊന്ന് നോക്കിയേക്കാം. ഞാൻ കപ്പ വേവിച്ചപ്പോൾ ഉപ്പിട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇടാത്തത്. ഇനിയിപ്പോൾ അത് പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, ഓരോരുത്തരുടെ സ്വാദനുസരിച്ച് ഉപ്പ് ചേർത്തോണം. എണ്ണ ചൂടായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് കടുക് ഇടുക. ഇച്ചിരി കടുക് ഇടുക, കുറച്ച് ചെറിയ ഉള്ളി. കടുക് വറുക്കാനുള്ളത് നമുക്കറിയാമല്ലോ, കടുക് വറുക്കാൻ എത്ര വേണ്ടെന്ന് വെച്ചാൽ അത്. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി ഒരു എത്ര വരെ, ഒരുപാടൊന്നും വേണ്ട, കുറച്ച്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത് ഇനി നല്ലതായിട്ടൊന്ന് മൂക്കണം. അതാണ് അതിൻ്റെ ആ എന്താ പറയുക, ഫ്ലേവർ എല്ലാം ആവണം. ഉള്ളി ബ്രൗൺ ആവട്ടെ. ആ സമയം ഒരു 2 വറ്റൽമുളക് ഇടുക. കുറച്ച് കറിവേപ്പില ലാസ്റ്റ്, എന്നാലേ എന്താ പറയുക ഒരു മണം നിൽക്കത്തുള്ളേ. എൻ്റെ ഉള്ളിയെല്ലാം മൂത്തു, ആ വെളുത്തുള്ളി എല്ലാം മൂത്തു, ഇഞ്ചി മൂത്തു. തീ ഓഫ് ചെയ്തേച്ച് കറിവേപ്പില ഇടുക. അല്ലെങ്കിൽ കറിവേപ്പില മൂത്തേച്ചുണ്ടല്ലോ അതിൻ്റെ ആ മണം അങ്ങ് പോകും. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കട്ടെ. ഈ സമയം നമ്മുടെ കപ്പ ഏകദേശം വറ്റി, കണ്ടോ? ഇത് കയറി പെട്ടെന്ന് അങ്ങ് കുറുകുവേ. എന്നാൽ നമ്മുടെ ഉള്ളിക്ക് ഒരു ഇച്ചിരി വേവ് കൊണ്ട് താനും അതാവണം. അപ്പം ഇതൊന്ന് ഒരു വിധം ആയി കഴിഞ്ഞാൽ ഇതൊരു ഇച്ചിരി കൂടെ അന്ന് ആവണം. ആയതിനു ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ അതിൻ്റെ ബാക്കി 1-ാം പാൽ കുറച്ച് ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം കിടന്ന് തിളയ്ക്കേണ്ട. ഒന്ന് നല്ല ചൂടായിട്ടൊന്ന് ബബിൾസ് ഒക്കെ വരുവല്ലേ, അന്ന് പറഞ്ഞ പോലെ ആയാൽ മതി. ഇത് നമ്മൾ ഈ ലൂസ്, എനിക്ക് കുറച്ച് ലൂസായിട്ടിരുന്ന് കഴിക്കുന്ന ഇഷ്ടം. ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ കപ്പ വേവിച്ച് കഴിക്കുന്ന പോലെ ഇരിക്കും. വേണ്ട, നമ്മുടെ 1-ാം പാൽ ഒഴിച്ചപ്പോഴത്തേക്ക് അത് നല്ലതായിട്ട് അങ്ങ് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇനി അങ്ങ് തീ ഓഫ് ചെയ്യാൻ പോവാ. ഓക്കെ, തീ ഓഫ് ചെയ്തേച്ച് വേണ്ട ഈ കടുക് വറുത്തതും കൂടെ ഇതിനകത്തോട്ട് അങ്ങനെ ഇടുക. ഈ ലൂസും ഇനി നോക്കണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതങ്ങ് കട്ടിയാവും. ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഞാൻ ചിക്കൻ കറി എങ്ങനെയാണെന്ന് ആക്കി തരാം. ദിസ് ഇസ് പാൽക്കപ്പ, ഞാൻ ചെയ്യുന്ന വേർഷൻ. ഇനി ഇതിനൊരു മാറ്റം വേറെ രീതിയിൽ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ചിലർ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്ത് ഇടുന്നവരുണ്ട്, നെയ്യ് കടുക് വറുക്കുന്നവരുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ അതിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം. അപ്പോൾ ഇത് എൻ്റെ വേർഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ നാടൻ ഒരു ചിക്കൻ കറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അടുത്ത തന്നെ ചെയ്യുന്നതെന്നറിയോ, ചിക്കൻ കറി. ഇതിനും കുറച്ച് മെനക്കേടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ നമ്മുടെ നാടൻ സാധനങ്ങൾ കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാടൻ ഭക്ഷണം കഴിക്കുമ്പോൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിന് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്പൈസസ് എടുക്കുമ്പോൾ ഞാൻ തീ കുറച്ചേച്ചിടാം. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ചിലപ്പം അതങ്ങ് മുരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ചീനച്ചട്ടി കുറച്ച് പൊതുവേ കട്ടി കൂടുതലാണ്. അപ്പോൾ ഇതങ്ങ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്നങ്ങ് മുരിയും.
ഇത് ഞാൻ പറഞ്ഞുണ്ട് എല്ലാം മുഴുത്ത ഇലയാ, അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, ഈ ഒരു കുഞ്ഞ ഇല മതി, ഒരു ഇല ഇടുന്നുള്ളൂ. വേണ്ടേ, തീ കുറച്ചേ ചിടുക, ചൂടുണ്ട്. പട്ട ഒരു കഷ്ണം, ഗ്രാമ്പു ഒരു 3-4 എണ്ണം. ഇതിന്റെ കണക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഗരം മസാല ഇല്ലെങ്കിൽ നമ്മളൊരു മസാല എടുത്ത് പൊടിക്കുവല്ലേ, ഒരു കിലോ കോഴിക്ക് എത്ര വേണം അതനുസരിച്ച് നമ്മൾ എടുക്കുകയല്ലേ, അന്ന് പറഞ്ഞ പോലെ എടുത്താൽ മതി. പിന്നെ ഏലക്ക ഒരു 3-4 എണ്ണം, പെരിഞ്ചീരകം ഒരു 1.5 ടീസ്പൂൺ, ഞാൻ കൈക്ക് അളവ് എടുക്കുവാണേ. ഓക്കെ, ഇതിനകത്തോട്ട് വേണ്ട വെള്ളം പറ്റി ഒട്ടും വെള്ളമില്ല, ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത്രയും മസാല മൂക്കാൻ ഇത്രയും വേണോ എന്നുള്ള ചോദ്യമല്ല, ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് സവാള ഇടാനുള്ളത്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചെന്നേ ഉള്ളൂ. ഈ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി വഴറ്റുക. അതൊന്ന് നല്ലതായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് തക്കാളി ചേർക്കണം. ഈ പട്ട ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഭയങ്കര കട്ടിയുള്ള പട്ടയാണെങ്കിൽ നമ്മളിത് അരയ്ക്കുമ്പോൾ ആ പട്ടയുടെ കുത്തൽ ഒത്തിരി ഫ്രണ്ടിൽ നിൽക്കും. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പട്ട മാറ്റി വെച്ചിട്ട് ബാക്കി സ്പൈസസ് അരച്ചേച്ചാൽ മതി. 1 കിലോ കോഴിക്ക് ഒരു 2 സവാള, അതാ കണക്കെ. ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി, ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, ഇനി ഇതൊരു ഇച്ചിരി നല്ല ബ്രൗൺ ആവണം. ബ്രൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ ബിരിയാണിക്കൊക്കെ മൂക്കുകയല്ലേ, അത്രയും വേണ്ട, പക്ഷെ അതിനോട് അടുപ്പിച്ച് തന്നെ ഇത് മൂക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഇനിയിപ്പോ പട്ടയുടെ ഇല അതും ശ്രദ്ധിച്ചോണം, അതും അരയ്ക്കണ്ട എന്നുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ആ പട്ടയുടെ ഇലയും ഒന്ന് മാറ്റിയിട്ട് ബാക്കിയെല്ലാം അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കറി വെക്കുമ്പോൾ ആ രണ്ടും അങ്ങ് ചേർത്തേച്ചാൽ മതി. അരയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ചേർക്കണ്ട. നമ്മുടെ ഉള്ളി ഇച്ചിരി മൂത്തു. ഇനി അതിനകത്തോട്ട് ഞാൻ വേണ്ടേ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർക്കുക. ഇനി ഇതും ഒന്ന് ഇച്ചിരി വഴന്ന് വരണം. ഓക്കെ, വേണ്ട ഈ ടൊമാറ്റോ ഇത്രയും മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ആറിയേച്ച് അരയ്ക്കണം. അരച്ചതിന് ശേഷം അടുത്ത എന്നാന്നുള്ളത് പറഞ്ഞു തരാനൊക്കത്തുള്ളൂ. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ചീനച്ചട്ടി ഒന്ന് കത്തിച്ചേച്ച് ഇനിയുള്ള കാര്യമൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇത്രയും മെനക്കെട്ടേച്ച് ഇനി കിടന്നുള്ള കാര്യം എളുപ്പമെന്ന് പറയുന്നതൊക്കെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കുക. ഇനി ഇതിനകത്തോട്ട് തീ നല്ല കുറച്ച് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടിയാ. കുറച്ച് മുളക് പൊടിയൊക്കെ എരു നോക്കി വെച്ചിട്ടാൽ മതി. കാശ്മീരി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക എരു വരികയില്ല, പക്ഷെ കറിക്ക് നല്ല നിറവായിരിക്കും. ഞാൻ നേരത്തെ വേണ്ട ആ പട്ടയുടെ ഇലയും പട്ടയും ഒന്ന് മാറ്റി വെച്ചായിരുന്നു, അത് ഞാൻ തിരിച്ചിടുക. എനിക്ക് എപ്പോഴും അത് അരയ്ക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. എങ്ങാനും ചിലപ്പോൾ അതിൻ്റെ ഒരു കുത്തൽ മുന്നേ വന്നാൽ ഉണ്ടല്ലോ ടെൻഷനാ ഉള്ള സത്യം പറയാമല്ലോ. ഓക്കെ, ഇനി ഞാനിത് അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ നേരത്തെ മസാല ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. ഇതിനകത്ത് മസാല ഞാൻ മുഴുവൻ കളയുകയല്ല, ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് ഒന്ന് കുലുക്കി എടുക്കണം. ഇനി തീ ഒരിച്ചിരി കൂട്ടി വെച്ച് ഈ മസാല എല്ലാം ഇതിനകത്തൊന്ന് ചേർന്ന് വന്ന് നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണ ഒന്ന് തെളിയണം. അതിനായിട്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിക്കുക, പൊടി വേവിക്കുക, അത് കഴിഞ്ഞാൽ എണ്ണ തെളിയിക്കുക. അപ്പോൾ ആ വെള്ളം എന്തായാലും നമുക്ക് ഈ മസാലയിലോട്ട് തന്നെ
ചേർക്കാം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില, ആ മസാലയൊക്കെ ഒന്ന് നല്ലതായിട്ട് മൂത്ത ഒരു മണമുണ്ട്. ആ പച്ചച്ചൊവ മാറിയത് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇനി നമ്മുടെ ചിക്കനകത്തോട്ട് ഇതൊന്ന് പിടിക്കണ്ടേ ഈ മസാല കംപ്ലീറ്റ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർക്കാം. ഓക്കെ, ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇനി എന്താ ചെയ്യേണ്ട അറിയോ, ഇതിന് ഉപ്പ് എന്തായാലും വേണ്ടി വരും. ഞാൻ ആ ചിക്കനേലും കൂടെ പിടിച്ച് കഴിയുമ്പോൾ എത്രയുണ്ട്, നമ്മൾ ഇച്ചിരിയല്ലേ ചേർത്തുള്ളൂ. അന്നേരം ചിക്കനേയും കൂടെ പിടിക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. ഇച്ചിരി ഉപ്പ് ഇട്ടേച്ച് ഞാൻ അടച്ചു വയ്ക്കാം. ഇനി എന്നാന്നറിയോ, ഇതിനകത്ത് ഞാൻ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല എന്ന് വെച്ചാൽ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം വെച്ച് തന്നെ ആ ചിക്കൻ ഒന്ന് വേവട്ടെ. അതാ അതിൻ്റെ കുറച്ചുകൂടെ സ്വാദ്. ഞാൻ ചില സമയം പറയാറുണ്ട് അതിനെ ഒന്ന് സഹായിച്ച് കൊടുക്കാമെന്ന്, കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച്. ഇപ്രാവശ്യം എനിക്കൊരു ഇച്ചിരി സിമ്പതി ഇല്ല, അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. കുറച്ച് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നാടൻ ഒരു കറി വെക്കുമ്പോഴത്തേക്ക് അതിനൊരു പച്ചവെള്ളം എടുത്ത് ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്വാദ് ഒന്ന് കുറച്ച് കുറയും. ആ സ്വാദ് കുറയാൻ ഞാൻ ഇന്ന് ഒട്ടും തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ ഇനി എന്താ ചെയ്യുക, ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ അവനവന് ഇഷ്ടമാണെങ്കിൽ ഈ മസാലയുടെ ചൊവ മതിയെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഗരം മസാല ഇടരുത്. അതല്ല, നമുക്ക് ഇച്ചിരി കൂടെ മസാലയുടെ ഒരു ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഒരു നുള്ള് ഗരം മസാല ഇട്ടേച്ച് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുക. കുറച്ച് കറിവേപ്പില ഇടുക. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാമെങ്കിൽ നല്ല ചിക്കൻ കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അതും പാൽക്കപ്പയും ഒരു ഉഗ്രൻ ടേസ്റ്റ് തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇനി വേറെ പണിയൊന്നുമില്ല. അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് കറിവേപ്പില, ഗരം മസാല, കുരുമുളക് പൊടി ചേർക്കുക. ഇത്രയും പണിയെടുക്കുമ്പം ഒരു ചായ ഇട്ടാൽ സിങ്കിനകത്ത് 10 പാത്രം കയറുന്ന ഒരു അടുക്കളയാണ്. നിങ്ങൾ കണ്ടു കാണും, ഇവിടെ നിന്നെല്ലാം തീരുന്ന അനുസരിച്ച് ഞാൻ സിങ്കിലോട്ട് പാത്രം ഇട്ടത്. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ തരുൺ മൂർത്തി സാറും വൈഫുമാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരുന്നത്. അപ്പോൾ ആനീസ് കിച്ചണിൽ വരുമ്പോൾ ശരിക്കും ഭയങ്കര എന്താ പറയുക, ഒരു നമ്മുടേതായ ഇതായ ഒരു ഫ്ലേവറും ഇഷ്ടവും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വരുന്ന ആൾക്കാരോട് ചോദിക്കുമല്ലോ നമ്മൾ എന്നതാണ് ഇഷ്ടം എന്നുള്ളതും കൂടെ ചോദിക്കുക. അപ്പോൾ അവർക്കും ഒരു പ്രിഫറൻസ് ഈ പറഞ്ഞ പോലെ പാൽക്കപ്പയും നാടൻ ഫിഷ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പഠിച്ച സ്ഥിതിക്ക് ഈ ചിക്കൻ കറി അവർക്ക് കൊടുക്കാം. Annie's Kitchen. Let's cook with love.